ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. ആദ്യമായി തന്നെ ഒരു ചിത്രം നൽകിയിട്ട് പറയുന്നത് വ്യത്യസ്ത കാലാവസ്ഥകൾ തരണം ചെയ്യുന്നതിനായി വസ്ത്രം പോലെ ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്നാണ്. ചിത്രത്തിലൂടെ വിശദമാക്കുന്നത് ആടിന് രോമാവരണവും തത്തയ്ക്ക് തൂവലും ആമയ്ക്ക് പുറന്തോടും ഉണ്ട് എന്നാണ്. ഇതെല്ലാം പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ കാര്യം എങ്ങനെയാണ്? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. അടുത്തതായി നോക്കേണ്ടത് വസ്ത്രത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്നാണ്. ഏതെല്ലാമായിരിക്കാം അവ? തണുപ്പിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു. പിന്നെ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പിന്നീട് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഒരു ചരിത്രമുണ്ടെന്നാണ്. പണ്ടുകാലത്ത് അഥവാ വേട്ടയാടി നടന്നിരുന്ന കാലത്ത് മനുഷ്യർ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചായിരിക്കും വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? പുല്ല്, ഇലകൾ, മരത്തോൽ അല്ലെങ്കിൽ മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവയെല്ലാമാണ് ആ വസ്തുക്കൾ. അടുത്ത പോയിന്റ്, വസ്ത്രനിർമ്മാണത്തിന് വേണ്ട ഉപകരണമായ സൂചിയായി അവർ മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ ഉപയോഗിച്ചു. അതുകൂടാതെ മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. ഇനി അടുത്ത ഭാഗം നെയ്ത്തുവിദ്യയിലേക്കാണ്. ആദ്യമായി നെയ്ത്തുവിദ്യ എന്താണെന്ന് നോക്കാം. ആദ്യകാലങ്ങളിൽ ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ചാണ് നീളമുള്ള നൂലുകളാക്കുന്നത്. ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്തുവിദ്യ. ഇനി നമുക്ക് നോക്കാനുള്ളത് സിന്ധു നദീതടത്തിലെ വസ്ത്രമാണ്. അപ്പോൾ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ജീവിത രീതി എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. അപ്പോൾ കുപ്പായമണിഞ്ഞ പ്രതിമകൾ എവിടുത്തെ അല്ലെങ്കിൽ ഏത് സംസ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്കാരത്തെയാണ്? സിന്ധു നദീതട സംസ്കാരത്തിലെ വസ്ത്രങ്ങളെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. കാലം കഴിയും തോറും മിക്ക കാര്യങ്ങളിലും ചേഞ്ചസ് വരുന്നത് പോലെ തന്നെ നെയ്ത്തുവിദ്യയിലും ചേഞ്ചസ് വന്നു. അതായത് അത് കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. പിന്നീട് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുക്കുന്ന തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. കാലങ്ങൾ കഴിയും തോറും മനുഷ്യരുടെ ആവശ്യങ്ങളും വർദ്ധിച്ചു വരും അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു എന്നാണ്. നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചത് ഇത്തരം ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം മൂലമാണ്. പിന്നീട് പറയുന്നത് കൈത്തറി തുണികൾ എന്താണെന്നുള്ളതാണ്. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. ഇനി നോക്കാനുള്ളത് പണ്ടുകാലത്ത് എങ്ങനെയാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയിരുന്നത് എന്നാണ്. ഇന്നത്തെ പോലെ കൃത്രിമമായ നിറങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. മറിച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്നാണ് അവർ കളർ എടുത്തിരുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നീലം അല്ലെങ്കിൽ ഇൻഡിഗോ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്